ഐറ്റലിൻ്റെ Itel P55 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു 5G ഫോണാണ്. 9700 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പം ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Itel P55 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം ഇതിൻ്റെ പ്രോസസ്സറാണ്. mediatek dimensity 6080 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 9700 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഈ ഒരു പ്രോസസ്സർ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. ഈവൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ mediatek dimensity 6020 എന്ന പ്രോസസ്സർ കൊടുത്തിരുന്നെങ്കിലും വളരെ നല്ലൊരു പ്രോസസ്സർ എന്ന് തന്നെ പറയാമായിരുന്നു. ആ ഒരു ടൈമിലാണ് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള mediatek dimensity 6080 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം വളരെ മികച്ചൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം 5G സപ്പോർട്ട് തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഫോണുകളിലൊന്നും തന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. 10 5G ബാൻഡ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മേജറായിട്ടുള്ള എല്ലാ 5G ബാൻഡ്സും ഇതിൽ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഫോണിന് 2 കൊല്ലത്തെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. സാധാരണ 1 കൊല്ലത്തെ വാറണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഫോണുകൾക്ക് ലഭിക്കാറ്. പക്ഷേ ഈ ഫോണിന് 2 കൊല്ലത്തെ വാറണ്ടി ലഭിക്കുന്നതായിരിക്കും. അപ്പം അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ തന്നെ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് കൊടുത്തിരിക്കുന്നത്. UMCP സ്റ്റോറേജ് ടൈപ്പും കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ മെമ്മറി ഫ്യൂഷൻ എന്നുള്ള ഫീച്ചറും കൂടി വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 4GB റാം വെർഷൻ്റെ കൂടെ 4GB റാം എക്സ്ട്രയും അതുപോലെ തന്നെ 6GB റാം വെർഷൻ്റെ കൂടെ 6GB റാം എക്സ്ട്രയും ലഭിക്കുന്നതായിരിക്കും. സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിൻ്റെ f1.6 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. രണ്ടാമത് ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊന്നും ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൺ പേപ്പർ തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAhന്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു ചാർജിങ് സ്പീഡൊക്കെ തന്നെയാണ്. കാരണം പല ഫോണുകളിലും ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നില്ല. എന്തായാലും ഇതിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഈ ഫോണിൽ വരുന്നുണ്ട്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6.6 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ, ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിലൊക്കെ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. എന്നാലും HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നു എന്നുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. 150 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈനൊന്നും വരുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 8.4mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ ഗാലക്സി ബ്ലൂ, മിൻറ്റ് ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ 4GB റാം വെർഷൻ്റെ വില വരുന്നത് 9699 രൂപയാണ്. അതുപോലെ തന്നെ 6GB റാം വെർഷൻ്റെ വില വരുന്നത് 9999 രൂപയാണ്. ഒക്ടോബർ 4 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Itel P55 5G എന്ന ഫോണിൽ 10,000 രൂപയ്ക്ക് താഴെ തന്നെ വളരെ നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5G സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം അതാണ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ. ബാക്കി ഫീച്ചേഴ്സ് നോക്കുമ്പോൾ തരക്കേടില്ലാത്ത ബാക്കി ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നിങ്ങൾ ഒരു 5G ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല 2 കൊല്ലത്തെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ 10,000 രൂപയ്ക്ക് താഴെ ഒരു 5G ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഫോൺ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. ഇപ്പം ഇത് മാത്രമാണ് കാര്യമായിട്ട് ഓപ്ഷനിലുള്ളത്. എന്തായാലും ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.